പത്തനംതിട്ട തട്ട സ്വദേശിയും അൽഷിമേഴ്സ് ബാധിതനുമായ വിമുക്ത ഭടനെ ആക്രമിച്ച കേസിലെ FIR വിവരങ്ങൾ പുറത്ത്. മുഖത്ത് വടികൊണ്ട് കുത്തിയെന്നും വലിച്ചിഴച്ചയിലൂടെ മുതുകിന് ചതവ് സംഭവിച്ചുവെന്നുമാണ് FIR-ൽ പറയുന്നത്. സംഭവത്തിൽ പത്തനാപുരം സ്വദേശിയായ ഹോം നേഴ്സ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽഷിമേഴ്സ് ബാധിതനായ ശശിധരൻ പിള്ളയെ വിഷ്ണു ഉപദ്രവിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 34 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഈ അസുഖം കാരണമാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിനെ നോക്കാൻ ഏൽപ്പിച്ച ആ ഒരു വ്യക്തി ഇത്ര മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹത്തിന് നൂൽ വസ്ത്രം പോലും ഇല്ലാതെ അദ്ദേഹത്തെ അടുക്കളയിൽ കൊണ്ടുപോയി ഇവൻ എന്തിനുപയോഗിച്ചു അവിടുന്ന് അദ്ദേഹത്തെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പരമല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ 2 കാല് ഇവൻ തല്ലി ഒടിച്ചതിന് ശേഷമാണ് കെട്ടി വലിച്ചുകൊണ്ട് പോയേക്കുന്നത്. വളരെ മൃഗീയമായിട്ട് ക്യാമറയുടെ ബാക്കിലാണ് ഇവൻ കൊണ്ടുപോയി തല കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയാണ് അവൻ ഈ അടുക്കളയിലൊക്കെ കൊണ്ടുപോയതെന്നും ഒക്കെയുള്ളത് വ്യക്തമായിട്ട് കൊണ്ടുവരണം. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി അവന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി അഭിലാൽ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. അഭിലാൽ, ഇപ്പോൾ ഈ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതെന്നുള്ള രീതിയിൽ എന്താണ് വിഷ്ണുവിന്റെ ഭാഗത്തു നിന്ന് പോലീസിന് അറിയാൻ കഴിഞ്ഞത്? മദ്യപാനശീലമുള്ള ആളാണ് വിഷ്ണു. താല്പര്യപ്പെട്ട സമയത്ത് മദ്യം കഴിക്കാനോ ലഭിക്കുന്നതിനോ തടസ്സം വന്നതിനെ തുടർന്ന് 59-കാരനോട് മൃഗീയമായ രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് അന്വേഷണത്തിൽ ഇതുവരെയും ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന അനൗദ്യോഗിക വിവരം. 59-കാരൻ്റെ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടും അതോടൊപ്പം തന്നെ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാണ് പോലീസ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. മെഡിക്കൽ പരിശോധനയുടെ വിശദാംശങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ FIR-ൽ അതിൻ്റെ സൂചനകൾ പോലീസ് തന്നെ നൽകുന്നുണ്ട്. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വടികൊണ്ട് മുഖത്ത് കുത്തിയതിനെ തുടർന്ന് ഇടത് കണ്ണിനോട് ചേർന്ന ഭാഗത്ത് അസ്ഥിക്ക് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അടി ഏറ്റതിനെ തുടർന്ന് തലയിലും ഇടത് കൈമുട്ടിനും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. തള്ളിയിട്ട് നിലത്തുകൂടി വലിച്ചെടുത്തതിനെ തുടർന്ന് മുതുകിന് ക്ഷതം ഏറ്റതായും പറയുന്നുണ്ട്. BNS 118(1), 118(2) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വിഷ്ണുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനായി ഒപ്പമുണ്ടായിരുന്ന വിഷ്ണുവിനെ തന്ത്രപൂർവ്വം അവിടെ എത്തിയ കൊടുമൺ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. രാത്രിയിൽ വിശദമായി ചോദ്യം ചെയ്തതിനൊടുവിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈകുന്നേരത്തോടു കൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും.